നിങ്ങൾ തമ്മിൽ പണ്ടെങ്ങോ പരിചയം ഉണ്ടായിരുന്നു, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾ നടക്കാതിരിക്കൂ. നിർമ്മല ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയാം. ഞാനൊരു തൊട്ടാവാടിയൊന്നുമല്ലെന്ന് ബാലകൃഷ്ണൻ മനസ്സിലാക്കണം. നിങ്ങളുടെ കഴിഞ്ഞ ജീവിതത്തിലെ നിർമ്മല ടീച്ചറാണ് ഈ നിർമ്മലയെന്ന് ഞാൻ അറിഞ്ഞാൽ എന്താണ് കുഴപ്പം? നിശ്ചയിച്ചുറപ്പിച്ച ഞങ്ങളുടെ വിവാഹം മുടങ്ങിപ്പോകുമെന്ന് വിചാരിച്ചോ? അതല്ല. പിന്നെ കിട്ടിയ ജോലി ഉപേക്ഷിച്ച് ഒളിച്ചോടാൻ മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു? നിങ്ങളൊരു ഹൃദയശുദ്ധിയുള്ള മനുഷ്യനായിരുന്നെങ്കിൽ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞ് ഞങ്ങളുടെ വിവാഹത്തിലും പങ്കെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. മിസ്റ്റർ നന്ദൻ, ഞാൻ നിങ്ങളെപ്പോലെ ഒരു വലിയ മനുഷ്യനൊന്നുമല്ല. എന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അലോസരം ഉണ്ടാക്കരുതെന്നേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. നിർമ്മല ഒരിക്കലും നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ലെന്ന് നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ? അത് പൂർണ്ണമായും സത്യമാണോ എന്നേ എനിക്കറിയാനുള്ളൂ. നിർമ്മലയുടെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. പറയൂ. നിങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും നിർമ്മല ബാലകൃഷ്ണനെ സ്നേഹിച്ചിരുന്നോ? അല്ലെങ്കിൽ അത് വേണ്ട, ഒരു തരുമ്പ് സ്നേഹമെങ്കിലും നിർമ്മലയ്ക്ക് ഇപ്പോ ബാലകൃഷ്ണനോടുണ്ടോ? കുലീനയായ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ അവളുടെ ഹൃദയം തുറക്കാൻ പറ്റും? ഈ മൗനം, ഈ കണ്ണീര്, അതിലൊക്കെ ഉണ്ട് അവർക്ക് ബാലകൃഷ്ണനോടുള്ള സ്നേഹം. Ah